അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങയുടെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ച് വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇയാൾ ഇപ്പം പറഞ്ഞല്ലേ? അത് ഞാൻ പറയുന്നില്ല. ഈ 43 പേർക്ക് ജോലി നൽകിയതൊക്കെ ഈ സ്വജനപക്ഷപാതമാണ്, കുടുംബത്തിൽ നിന്നുള്ള രീതിയിൽ ബന്ധുക്കൾ എന്നാണ് പറഞ്ഞത്. അതെ അതെ, ബന്ധുക്കൾ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവരെ ഇതിനെല്ലാത്തിനും സമാധാനമുണ്ട്. ഇപ്പൊ കുറെ കൂട്ടര് NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. അതിന്റെ ഭാഗം സംഘടിച്ചിട്ടുണ്ടല്ലോ, അവരെല്ലാം ആണല്ലോ അവിടെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ നോട്ടീസ് കണ്ടോ? എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ മന്നം സമാധി എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണം, എല്ലാ ആളുകളും അവിടെ എത്തണം. ഞാൻ എത്ര പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞിട്ട് ആർക്കാ അവിടെ നിഷേധിച്ചിരിക്കുന്നത്? സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തില്ലേ? വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചന നടത്താണ് പട്ടിയെ കയറ്റി അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വരതുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എന്റെ കടമയാണ്. ഈ പത്തനാപുരത്തെ ആ നടപടിയാണോ അദ്ദേഹത്തെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവർ നോക്കട്ടെ. അതിനൊക്കെ ആക്ഷേപം അയക്കുന്നുണ്ടെങ്കിൽ അയക്കും, കോടതി പോകാമല്ലോ. കോടതിയിലൊന്നും പോകുന്നില്ല. എന്താ ചായക്കട നടത്തി പോവുകയാണെന്നാണ് പറയുന്നത്. ആര്? NSSന്റെ നേതാക്കൾ. നിങ്ങൾ പലരും അവിടെ പോയി ആഹാരം കഴിക്കാറില്ലേ? എനിക്ക് മറുപടി അതേ ഉള്ളൂ. എന്തുകൊണ്ടാ? നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുന്ന, ന്യായമായ തൃപ്തികരമായ കൊടുക്കുന്ന ഒരു സ്ഥാപനം അത് കേരളം മുഴുവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒക്കുമെങ്കിൽ ഞാനത് കേരളത്തിൽ ഇനിയും കൂടുതൽ പത്മ കഫേകൾ ഉണ്ടാക്കാൻ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല വേറെ ആർക്കും ലാഭത്തിന് വേണ്ടിയിട്ടല്ല.